ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അവളെന്നെ കളിയാക്കാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഐശ്വര്യാണെന്ന് പറയില്ലല്ലോ, അപ്പൊ അവൾ അതിന് പകരം പറഞ്ഞെന്നെ കളിയാക്കാണ്. പനി ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പനി ഇല്ലെങ്കിലും തലവേദന, ജലദോഷം, അങ്ങനെ കൊടിയ ഇടങ്ങേറിലായിരുന്നു കേട്ടോ. അപ്പൊ കിടപ്പിലായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഒരുങ്ങിക്കെട്ടി അടയ്ക്കാന്നല്ലേ ആശുപത്രിക്കാണ്. പക്ഷെ എനിക്കൊന്നല്ല, നമ്മുടെ ഫൈക്കുട്ടന് 5 വയസ്സ് തികയാൻ പോവാണ്, ടാറിലോട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇനി സ്കൂളും തുറക്കല്ല, അവനിക്ക് 5 വയസ്സിൽ കൊടുക്കേണ്ട വാക്സിൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, സ്കൂൾ തുറന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടങ്ങേറല്ല. അപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫൈക്കുട്ടന് ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി പോവുകയാണ്. ഫൈക്കുട്ടനോടെ ഇതാ ഫൈക്കുട്ടൻ കൊട്ടയിൽ കയറി കുത്തിരിക്കണു. എവിടേക്കാ പോണു ഫൈക്കുട്ട? നമ്മള് എവിടെ എവിടെ സുജിത്ത? അവിടെ പോയിട്ട് എവിടെ കുത്ത് കാലില്? എന്റെ കുട്ടി കരയോ? ഇല്ല, എന്റെ കുട്ടി ഗുഡ് ബോയ് ആണ് കേട്ടോ. ഏത് സൂചി എന്ത് ചെയ്യണമെങ്കിലും അവൻ കരയിലില്ല കേട്ടോ. ഗുഡാണ് ആള്. ഫാനിന്റെ സൗണ്ട് വരും കേട്ടോ. ഫാൻ ഇട്ടിരിക്കുകയാണ്, ഫാനിന്റെ ചൂടിലിരിക്കണം അവൻ ചൂടെടുക്കുന്നു പറഞ്ഞിട്ട്. എൻ്റെ കുട്ടി ഗുഡാണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുക്കുമ്പോഴും അവരൊക്കെ പറയും നല്ല കുട്ടിയാണ്, കരയിലൊന്നുമില്ല എന്ന് പറയും. കൊട്ടയെ കയറി ഇരിക്കുന്ന ആള്. അപ്പോൾ പോവാൻ ഞങ്ങളൊക്കെ റെഡിയായി. ഇക്കാക്ക് ആധാർ കാര്യങ്ങളൊക്കെ തരികട്ടൊക്കെ എന്തോ അക്ഷയയിൽ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഒരുങ്ങിയ ശേഷം ഇക്ക തൊപ്പിയാണ് മുഖം കാണില്ല. അപ്പോൾ ആ പേപ്പർ അതോ പറഞ്ഞു ഇക്ക ഞാനെടുക്കാം. അയ്യോ അപ്പോൾ ഇക്ക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത ആൾ എന്നെ പരിഹസിച്ച ആൾ ഇത് അവിടെ കുത്തിരിക്കുന്നുണ്ട്. ഗ്യാപ്പ് കിട്ടി ഇക്കാൻ്റെ ഫോൺ അങ്ങോട്ട് എടുക്കണം, കളിക്കണം. മേക്കപ്പൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. എവിടേക്കാ പോടാമോ? എന്താ സത്തെ? എന്താ സന്തോഷം, സൂചിത്ര സന്തോഷം. ഡി ഫോൺ അടക്കി വിട്ട ഫോണാണ് കേട്ടോ. നിങ്ങളവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇതുണ്ടോ, വീട്ടാൾക്ക് ഫോൺ വേണം. മേക്കപ്പൊക്കെ നോക്കാം, അതിൻ്റെ ഒരു കുറവില്ല എവിടെ പോവുകയാണെങ്കിലും. അപ്പം എന്താ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം. നമ്മുടെ ഫൈക്കുട്ടനെ കുത്താൻ പോവാട്ടോ. ബായ് പറയാനായിട്ടില്ലേ സ്വത്തെ? വീഡിയോ മൊത്തമായി കാണണം. അപ്പൊ നമുക്ക് പോവട്ടെ, ഹോസ്പിറ്റലിലോട്ട് പോവാം നമ്മുടെ ഫൈക്കുട്ടനെ കുത്താന്. അങ്ങനെ ദാ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. ഫൈക്കുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മകൾക്ക് വാടുന്ന് പേടിയുണ്ട് എവിടെ കുത്തും പറഞ്ഞിട്ട്. കാരണം അന്ന് പനി പിടിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് ഇവിടുത്തെ നേഴ്സ് കുത്തിയത് നല്ല വേദനിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ആശുപത്രി ആകുമ്പോൾ ഇത് വേണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ പൊന്നൂസ് ഇറങ്ങി, ഇതാ ഫൈക്കുട്ടൻ ഇറങ്ങി. അങ്ങനെ ഇതാ അക്കാൻ്റെ കൈയും പിടിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല സന്തോഷത്തിലൊക്കെയാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് അറിയുള്ളൂ എന്താണെന്ന്. ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് ഇതാ ടോക്കൺ എടുത്ത് 98 ടോക്കൺ കിട്ടി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. വൈകുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ പോയപ്പോൾ വാക്സിൻ ഇതുപോലെ കുട്ടികൾക്ക് എടുക്കുന്നവർക്കൊക്കെ വേഗം കാണിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മളെ കാണിക്കാനായ സമയമായതും നെറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് എണിച്ചു പോയിട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു, കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഇതുപോലെ ഫൈക്കുട്ടന് ഞാനും പാടെ എങ്ങനെയോ ഒരു കസേര ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ വേഗം പോയി ഞങ്ങളങ്ങോട്ട് ഇരുന്ന്. പിന്നെന്താ, ഫ്രണ്ടിൽ 2 കുട്ടികൾ എങ്ങനെ അമ്മനെ കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇരുന്നിട്ട്. അതൊക്കെ നോക്കി ഫൈക്കുട്ടൻ അങ്ങനെ ഇരുന്ന്. പിന്നെ ഇതാ ഫൈക്കുട്ടൻ്റെ അളവുകൾ, കൈ, തല, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കാൻ സിസ്റ്റർ അടുത്ത് പോയി. അങ്ങനെ ഇതാ സൂചി കുത്തി അവൻ തിരിച്ച് നടന്നു വന്നാണ് കേട്ടോ. സിസ്റ്റർ പറഞ്ഞു അവൻ എടുക്കൊന്നും വേണ്ട, അവൻ നടക്കാൻ, അവൻ ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞ്. കരഞ്ഞൊന്നുമില്ല കേട്ടോ. കുത്തുമ്പോൾ കരയെ വാശി പിടിക്കുക ഇളക്കുക ഒന്നും തന്നെ ചെയ്തില്ല കേട്ടോ. എന്നിട്ട് ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹാപ്പി ആയപ്പോൾ നടന്നൊക്കെ വന്ന്. പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാ രണ്ടാളും. പൊന്നൂസിന് ബോറടിച്ച്, അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇക്ക ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇക്ക അപ്പുറത്ത് പോയി.
അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് സമയമായിട്ട് ഡോക്ടർ ഈ നെറ്റില്ല എന്ന് പറഞ്ഞ് പോയത് കാരണം നമ്മൾ കുറേ വൈകി നമുക്ക് അക്ഷയിലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. കുട്ടിക്ക് വയ്യാകെ പനിയൊക്കെ വരുമ്പോഴേക്കും അക്ഷയിൽ നിന്ന് വേഗം വീടെത്തണം പറഞ്ഞിട്ട് ഞാൻ ഷണിക്കാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷയിൽ പോയ അവസ്ഥ അറിയാലോ, തിരക്ക് കാര്യങ്ങൾ. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി അവന് മുട്ടായി വേണം. ശനുക്ക വരുമ്പോൾ കൊഞ്ചിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടായി വാങ്ങിച്ചുതരാം, അത് വാങ്ങിച്ചുതരാം, ഇത് വാങ്ങിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ സൂചി ഇവിടെ കുത്തി എന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു തരികയാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് കേട്ടോ. മുട്ടായിയൊക്കെ വാങ്ങിച്ച് ആ മുട്ടായും കൊണ്ട് ഇതാ സൂചി കുത്തിയൊക്കെ കാണിച്ച് സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. ആള് കുറച്ച് നേരം കഴിഞ്ഞാൽ എന്താവുന്ന അവസ്ഥ എന്നറിയില്ല. പനിയും വേദനയും എല്ലാം ഉണ്ടാവും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5 സൂചിയൊക്കെ കുത്തി എത്തിയിട്ടുണ്ട് കേട്ടോ. സമയമായി ഏകദേശം 2 മണിയായി. നമ്മൾ സൂചി കുത്തൽ മാത്രമല്ല പിന്നെ അക്ഷയയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാറൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫൈമുന് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ശനിക്ക അതൊക്കെ വന്ന് ചൂട് കാലത്ത് വെളിയിൽ പോവാൻ ഭയങ്കര ഇടങ്ങേറാട്ടോ. വയ്യാണ്ടായി എല്ലാവരും വയ്യാണ്ടായി. ഞങ്ങൾ അക്ഷയയിൽ പോയപ്പോൾ കുട്ടികൾ അങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികൾക്ക് ആകെ ചൂട് പിടിച്ച് വയ്യാണ്ടായി. ഇതാ ഫൈക്കൂടെ ഞങ്ങൾ കുഴപ്പമില്ല, ഷെയറാണ്. ഇല്ല എൻ്റെ ഫൈമക്കുട്ടി ഇനി പനി വരുമോ എന്താണ് ഏതെന്നറിയില്ല. ചെറുപ്പത്തിൽ 1.5 വയസ്സിൻ്റെ അതുപോലെ എന്തെങ്കിലും സൂചിയുത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ അവൻ വലിയ ഇടങ്ങേറൊന്നും കാട്ടില്ല കേട്ടോ. എന്ത് വന്നാലും അവൻ മിണ്ടാതെ ഇങ്ങനെ കിടക്കും, നല്ല വേദന സഹിക്കും. പക്ഷെ പൊന്നൂസ് അങ്ങനെയല്ല. അപ്പം എന്താ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പം ടാറ്റാ.